ലൈഫിലെ ഒരു വലിയ ഒരു തുടക്കമാണ് ഇന്ന്. അവന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ആരംഭം കുറിക്കുകയാണ്. ആജീവനാന്തം കർത്താവ് അവനോടൊപ്പം ഉണ്ട് എന്ന് ആദ്യമായിട്ട് ഒരു സെറിമണിയിലൂടെ അവന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അവന് വേണ്ടി ഒരു ആശംസാ പ്രസംഗം, അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ കർത്താവിന് ആദ്യമായി നന്ദി പറയുകയാണ്. അവന്റെ ഗബ്രിയലിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ GABRYEL, അതാണ് ഗബ്രിയൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ സ്പെല്ലിങ്. അപ്പം അതേ ആ വേർഡ്സിന് വെച്ചിട്ട് ഞാൻ അവന് വേണ്ടിയുള്ള ഒരു ആശംസ പറയാമെന്നാണ് വിശ്വസിക്കുന്നത്. God has a plan for you. ഒരു ഗ്രാൻഡ് ഫാദറും ഒരു ഗ്രാൻഡ് സണ്ണും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവനൊരു ചെറിയ സീഡ്സ് കിട്ടുന്ന ഒരു കടയിൽ ചെന്ന് അവനൊരു സീഡ് മേടിച്ചു. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ സീഡ് പ്ലാന്റ് ചെയ്ത് അവനിങ്ങനെ നന്നായിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ദിവസം നോക്കി, 2 ദിവസം നോക്കി, 3-4 ദിവസം നോക്കി, ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ ആ സീഡിൽ നിന്ന് ഒന്നും വരുന്നില്ല. അപ്പൊ അവന് വളരെയധികം വിഷമമായി. ഇതെന്താ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് രാവിലെയും രാത്രിയിലും ഒക്കെ വെള്ളം ഒഴിച്ചു, പക്ഷെ അതിൽ നിന്ന് ഒന്നും വരുന്നില്ല. പക്ഷെ അവന്റെ ഗ്രാൻഡ് ഫാദർ അവനോട് പറഞ്ഞു, മോനെ നീ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു ദിവസം അതിനൊരു റിസൾട്ട് കാണുമെന്ന്. അവനത് വെള്ളം ഒഴിച്ചു 2 മാസം കഴിഞ്ഞപ്പോൾ അതിന് തളിരിട്ടു. അപ്പോൾ ആ പയ്യന് ഒത്തിരി സന്തോഷമായി. അപ്പൊ നമ്മുടെ ലൈഫിൽ ഗബ്രിയലിനോടുള്ളൊരു മെസ്സേജാണ്, നമ്മുടെ ലൈഫിൽ പലപ്പോഴും ചേഞ്ചസ് പെട്ടെന്നൊന്നും വരത്തില്ല. ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത് ആ സീഡാണ്. അത് ദൈവത്തിന്റെ നമുക്ക് വേണ്ടിയുള്ള പ്ലാൻ. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് റിവീൽ ആവണമെന്നില്ല, പക്ഷേ ബി പേഷ്യന്റ് എനഫ് ടു അണ്ടർസ്റ്റാൻഡ്. ബട്ട് surely God has a plan for you. Second thing, always pray. ജീവിതത്തിൽ വളരെയധികം ബിസി ആയിട്ടുള്ള ലൈഫ് നമ്മുടെ മുന്നിലോട്ട് വരും. അപ്പൊ പലപ്പോഴും ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കയ്യിൽ സമയം കാണത്തില്ല. പക്ഷെ ആ ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ ഏതൊരു കാലഘട്ടത്തിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് ബി എ ബ്ലെസ്സിംഗ് ടു അതേഴ്സ്. ഒരു പയ്യനുണ്ടായിരുന്നു ജിമ്മി ഒരു ദിവസം അവനെ ബ്രെയിൻ ക്യാൻസർ ആയിട്ട് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ജിമ്മിക്ക് ഹോസ്പിറ്റലൈസേഷൻ ആയി. അപ്പം അന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോട് ചോദിക്കുക, ഇപ്പൊ എന്തായാലും ഒരാഴ്ചയായിട്ട് ഈ ഹോസ്പിറ്റലിൽ എപ്പോ വന്നാലും എല്ലാവരുടെ മുഖത്തൊരു സന്തോഷമാണല്ലോ, പണ്ട് എന്നും ദുഃഖവും നിരാശയും ആയിട്ട് നിന്ന ഈ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് എന്തു പറ്റി? അപ്പോൾ ആ നേഴ്സ് പറയുകയാണ്, ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഒരു പയ്യൻ വന്നിട്ടുണ്ട്, ജിമ്മി എന്നാണ് പേര്. അവനെ കണ്ടത് മുതൽ, അവന്റെ മുഖത്തെ സന്തോഷവും പ്രസന്നതയും കണ്ടത് മുതൽ ഇവിടെയുള്ളവർക്ക് ജീവിതത്തിൽ ഏത് പ്രയാസം വന്നാലും അല്ലെങ്കിൽ അസുഖം വന്നാലും ഇതൊക്കെ നമുക്ക് നേരിടാം എന്നേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ കൗതുകമേറി ആ ജിമ്മിയെ ഒന്ന് കാണാൻ ചെന്നു. ആ ജിമ്മിയെ കാണാൻ ചെന്നപ്പോ ജിമ്മിയോട് ചോദിച്ചപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലും ചിരിച്ചൊരു സന്തോഷിക്കുവാൻ സാധിക്കുന്നത് എന്ന്. അപ്പൊ ജിമ്മി പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ജീസസിനെ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, ജീസസ് ഐ ആം ഹിയർ ടുഡേ ജിമ്മി. അപ്പൊ അവൻ തിരിച്ചൊരു സ്വരം കേൾക്കുകയാണ്, ജിമ്മി ഐ ആം ഹിയർ ഫോർ യു. അതെ, ജീസസ് അവനോട് എല്ലാ ദിവസവും സംസാരിക്കുമ്പോൾ ഞാൻ ഇനി ഏതിനെ കുറിച്ചാണ് പ്രയാസപ്പെടേണ്ടത്, ഭാരപ്പെടേണ്ടത് എന്ന്. അതെ, ബി എ ബ്ലെസ്സിംഗ് ടു അതേഴ്സ്. യുവർ ലൈഫ് ഷുഡ് ബി എ ബ്ലെസ്സിംഗ് ഫോർ അതേഴ്സ്. പ്രയർ ആൻഡ് യുണീക്ക്. കർത്താവ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് നീ. ആ സൃഷ്ടി എപ്പോഴും യുണീക്കായിരിക്കും. ചിലപ്പോൾ പെർഫെക്റ്റ് ആകത്തില്ല, പക്ഷെ അത് യുണീക്കാണ്. എന്നെ പോലെ ഒരു വേറൊരു വ്യക്തിയെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ പ്രയർ ആൻഡ് യുണീക്ക്. ഒരു കുഞ്ഞു പയ്യൻ ഒരു സീഷോറിൽ ചെന്നിട്ട് കുറെ ഷെൽ ഇങ്ങനെ കളക്ട് ചെയ്യുക. അപ്പൊ കൗതുകത്തോടെ പലരും ചോദിച്ചു, എന്താണ് മോൻ ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെൽസ് എടുക്കുന്നതെന്ന്. അപ്പോൾ ആ കുഞ്ഞു പയ്യൻ പറഞ്ഞു, ഇതിനകത്ത് പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെൽസ് ഉണ്ട്. ചിലത് സൂര്യനെ കാണുമ്പോൾ നന്നായിട്ട് പ്രകാശിക്കും, ചില ക്രാക്സ് കാണും, പക്ഷെ അതിനൊരു ഭംഗിയുണ്ട്. ചിലത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, അതിനും ഭംഗിയുണ്ട്. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെൽസ് ഉണ്ട്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതെ, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ ചിലപ്പോൾ ഇംപെർഫെക്റ്റ് ആണെന്ന്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മെ സൃഷ്ടിച്ച കർത്താവ് പെർഫെക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടി ഒരിക്കലും ഇംപെർഫെക്റ്റ് ആണ്. അടുത്ത
അടുത്തതായിട്ട് why yearn for God's love. ഒരു പയ്യൻ കടൽ തീരത്തോട് നടന്നു പോയപ്പോൾ അവർക്ക് സംശയം, എന്തുകൊണ്ടാണ് ഈ തിരമാലയും ഈ കരയിലേക്ക് പിന്നെ വരുന്നത്? തിരമാല ഒരു പ്രാവശ്യം വന്നു തിരിച്ചുപോയി, പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരമാലകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവൻ കൗതുകത്തോടെ അവന്റെ കൂടെ ആ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറയുകയാണ്, ഈ തിരമാലയും ഈ കടലും ഈ കടൽ തീരവും ഒന്നാണ്. അതിന് എത്ര ദൂരം പോയി, തിരമാല എത്ര ദൂരം പോയെന്ന് വെച്ചാലും അതിന് തിരിച്ചു വരാതെ നിവൃത്തിയില്ല. അതുപോലെയാണ് കർത്താവും ഗബ്രിയേലും തമ്മിലുള്ള ബന്ധം. ഗബ്രിയേൽ എത്ര ദൂരേക്ക് പോയെന്ന് പറഞ്ഞാലും അവന്റെ അവന്റെ ഹൃദയം അത് കർത്താവിൻ്റെതാണ്. അതെത്ര ദൂരം പോയെങ്കിലും അത് തിരിച്ച് കർത്താവിന്റെ അടുത്തോട്ട് തന്നെ വരികയും ചെയ്യും. E for entrust everything to God. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഭാരം വിട്ടു, നമ്മൾ സ്വയം അതിനെ ഡീൽ ചെയ്യണമെന്ന്. നോ, ജീവിതത്തിൽ ഏത് ഭാരം വന്നാലും entrust everything to God. ഒരു പയ്യൻ അവന് ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ബീച്ചിൽ ഇങ്ങനെ കടലിലൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവന് ഒത്തിരി വിഷമം തോന്നും, അയ്യോ എനിക്ക് മാത്രം കടലിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, കാരണം അവന് ഭയങ്കര ഭയമാണ്. പക്ഷെ അവന്റെ പിതാവ് ഒരു ദിവസം അവന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഓൻ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് കടലിൽ പോകാൻ വളരെ പ്രയാസമാണ്, എനിക്ക് പേടിയാണ്. അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്റെ കരകളിൽ പിടിച്ച് നീ ആ കടലിലോട്ട് ഇറങ്ങിക്കോളാം. ആ പിതാവിന്റെ കരം പിടിച്ച് ആ പയ്യൻ ആ കടലിലോട്ട് ഇറങ്ങിയപ്പോൾ അവന്റെ എല്ലാ ഭയവും മാറുകയാണ് ചെയ്യുന്നത്. ഫൈനലി യു ആർ എ ലൈറ്റ് ഹൗസ്. ഒരു ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവൻ എല്ലാ ദിവസവും രാവിലെ ആ ലൈറ്റ് ഹൗസിൽ ചെന്നു ലൈറ്റ് ഓൺ ആക്കും. കാരണം എന്തിനാ, അകലേന്ന് വരുന്ന ഷിപ്പിനൊക്കെ കാണണം, ഈ ലൈറ്റ് കാണും, ഓക്കെ ഇറ്റ് ഈസ് സേഫ് നൗ ടു കം ടു ദിസ് പ്ലേസ്. അപ്പം ലൈറ്റ് ഹൗസിൽ ജോലിയാണ്. ഒരു ദിവസം ഒത്തിരി ഫോഗ് വന്നു, ഒത്തിരി ക്ലൗഡ് വന്നു. അപ്പോൾ ആ ലൈറ്റ് ഹൗസിന്റെ ഓണർ, ലൈറ്റ് ഹൗസ് ചെയ്യുന്ന ആ മനുഷ്യന് തോന്നി, എന്റെ ഈ ലൈറ്റ് കൊണ്ട് പലപ്പോഴും ഈ ഫോഗ് കാരണം ഷിപ്പിനൊന്നും കാണാൻ പറ്റത്തില്ല, അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ഈ ലൈറ്റ് ഇടണോ എന്ന് സംശയിച്ചിരിക്കുകയാണ് ലൈറ്റ് ഹൗസിന്റെ ആൾ. പക്ഷേ അയാൾ വിചാരിച്ചു, ഇല്ല, എന്റെ ഡ്യൂട്ടി എന്താണ്, ലൈറ്റ് ഇടുക എന്നുള്ളതാണ്, ഞാൻ ആ ഡ്യൂട്ടി ചെയ്തേക്കാം. ഫോഗ് ആണെങ്കിൽ ശരി, എന്ത് പ്രയാസമാണെങ്കിലും ശരി, ഞാൻ ആ ലൈറ്റ് ഇടാമെന്ന് തീരുമാനിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് അയാൾക്കൊരു കത്ത് ഏൽപ്പിക്കുകയാണ്. ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനാണ് അയാൾക്ക് അയക്കുന്നത്. കാരണം അയാൾ നന്ദി പറയുകയാണ്, ഈ ഒരു ലൈറ്റ് അന്നത്തെ ദിവസം കണ്ടത് കൊണ്ടാണ് ഞങ്ങളുടെ ഷിപ്പ് സേഫ് ആയിട്ട് ആ സ്ഥലത്തൂടെ കടന്നു പോകാം എന്ന് എനിക്ക് മനസ്സിലായത്. അതിനാൽ താങ്ക് യു എന്ന്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ ഡ്യൂട്ടികൾ ചെയ്യണോ വേണ്ടയോ. ചില സമയത്തെ സന്ദർഭങ്ങളും പ്രയാസങ്ങളും നമ്മളെ ചോദിക്കും. പക്ഷെ ജീവിതത്തിൽ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചേ കേൾക്കണം, നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി അത് ഏത് പ്രയാസത്തിലും ചെയ്യുക തന്നെ ചെയ്യണം. God has a plan for you. A, always pray. B, be a blessing to others. R, prayer and unique. Y, yearn for God's love. E, entrust everything to God. And L, be a lighthouse. Thank you.